ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, കുറേ നാളുകൾക്ക് ശേഷം നാം വീണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മനസ്സിലുള്ളത് ഒരു പ്രത്യേക വിഷയം മാസത്തിൽ ഒരു ക്ലാസ് എന്ന രീതിയിൽ 6 തവണകളായി 6 മാസങ്ങളിലായി സംഘടിപ്പിക്കണമെന്നാണ്. അതിലെ ആദ്യത്തെ വിഷയമാണ് ഇന്ന് ഇവിടെ നടക്കേണ്ട ആരാണ് നാം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം. ആരാണ് നാം എന്ന അന്വേഷണം ലോകത്ത് ഉടനീളം വിവിധ തലങ്ങളിലുള്ള ആളുകൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നുമാണ്. വിശുദ്ധ ഖുർആന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, തണലിൽ നിന്നുകൊണ്ട് ആരാണ് നാം എന്ന അന്വേഷണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നടക്കുക. രണ്ടാമത്തെ അടുത്ത മാസത്തെ ക്ലാസ്സിൽ നമ്മുടെ ബന്ധം എന്ന വിഷയമാണ്. ആരാണ് നാം എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം, ആരുമായി ആയിരിക്കണം, ആരുമായാണോ നമ്മുടെ ബന്ധം യഥാർത്ഥത്തിൽ രൂപപ്പെടേണ്ടത്, അതെങ്ങനെ ഊഷ്മളമാക്കി നിലനിർത്താം എന്നൊക്കെയുള്ള വിഷയമാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നടക്കുക. ആരാണ് നാം എന്ന തിരിച്ചറിവിനും ആരുമായുള്ള ബന്ധമാണ് നാം വളരെ ദൃഢതരമാക്കി നിലനിർത്തേണ്ടത് എന്നും തിരിച്ചറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ മാസത്തിൽ നടക്കേണ്ടത് നമ്മുടെ ഈ ലോകത്ത് ദൗത്യം എന്താണ് എന്നാണ്. മനുഷ്യരായി ജനിച്ചു വീണിട്ടുള്ള നാം മരണത്തിന് മുമ്പ് ഈ ലോകത്ത് നിർവഹിക്കേണ്ട നമ്മുടെ ദൗത്യം എന്താണ്, ഇതാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം. നാലാമത് ആ ദൗത്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയതിനു ശേഷം ദൗത്യം നിർവഹിക്കേണ്ട മാർഗം, അതെങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത്, ഏത് മാർഗമാണ് അവലംബിക്കേണ്ടത്, ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന രീതികളും കാഴ്ചപ്പാടുകളും, അതിലൂടെ നമുക്ക് നമ്മുടെ ദൗത്യ നിർവഹണം സാധ്യമാകുമോ, പ്രവാചകന്മാരുടെ രീതി എന്തായിരുന്നു, ഇത്തരം വിഷയങ്ങളിലുള്ള അന്വേഷണമാണ് ദൗത്യം നിർവഹിക്കേണ്ട മാർഗം എന്ന വിഷയത്തിലുള്ളത്. അഞ്ചാമത്തെ മാസത്തിൽ നടക്കേണ്ടത് ദൗത്യ നിർവഹണത്തിൽ നാം നമ്മെ സ്വയം വിചാരണ ചെയ്യുകയാണ്. നമ്മുടെ ആയുസ് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എപ്പോഴാണ് ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വരിക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും അവ്യക്തമായ ഒന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഇത്രയും കാലം നാം ജീവിച്ചു പോന്നപ്പോൾ നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ, ഉത്തരവാദിത്വത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച സ്വയം വിചാരണയാണ് അഞ്ചാമതായി നടക്കുക ഇൻഷാ അല്ലാഹ്. ആറാമത്തെ മാസത്തിൽ നടക്കുന്നത് നാഥനുമായുള്ള കൂടിക്കാഴ്ച എന്ന വിഷയമാണ്. ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിന് ശേഷം നാം നമ്മുടെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ നാഥനുമായുള്ള കൂടിക്കാഴ്ച അതെങ്ങനെയായിരിക്കും എന്ന വിഷയത്തെ ആലോചിക്കുന്നതാണ് അവസാനത്തെ ക്ലാസ്. ഈ ക്ലാസ്സുകളിൽ ഈ 6 വിഷയങ്ങളും അവതരിപ്പിച്ച് നമ്മളോട് സംസാരിക്കുക ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വളരെ സുപരിചിതനായ KT ഇബ്രാഹിം സാഹിബാണ്. എന്തെങ്കിലും അന്വേഷണമോ അന്വേഷണത്തെക്കാൾ ഉപരി നിർദ്ദേശങ്ങളോ മറ്റോ ഒക്കെ ഈ വിഷയവുമായി ചേർന്നുകൊണ്ട് നിൽക്കുന്നത് എഴുതി നൽകണമെന്നുള്ളതാണ് ഒരപേക്ഷ. അന്വേഷണങ്ങൾക്ക് ഉള്ള മറുപടിയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളോ ഇന്ന് നൽകുന്നത് ഈ ക്ലാസ്സിൽ വിലയിരുത്തുകയോ വിശദീകരിക്കുകയോ ചെയ്യുകയില്ല. പകരം അടുത്ത മാസത്തിലായിരിക്കും അത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വിലയിരുത്തുകയോ അതിനുള്ള വിശദീകരണം നൽകുകയോ ചെയ്യുക. തുടർന്ന് വരുന്ന 6 ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും പരാമർശിക്കപ്പെടുന്ന വിഷയമാണെങ്കിൽ, വരുന്ന ക്ലാസ്സുകളിൽ ഏതെങ്കിലും ക്ലാസ്സിൽ വിശദീകരിക്കപ്പെടുന്ന വിഷയമാണെങ്കിൽ പ്രത്യേകം അതിനൊരു വിശദീകരണം നൽകുകയില്ല എന്നർത്ഥം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ ശ്രവിക്കുകയും നോട്ട് ചെയ്യുകയും പ്രത്യേകിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്ക് അന്വേഷിക്കാനുള്ളത് നമുക്ക് കൂട്ടമായി നിന്നുകൊണ്ട് നമ്മുടെ ദൗത്യം, നാം മനസ്സിലാക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം എല്ലാവിധ പക്ഷപാതങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് അത് നിർവഹിക്കാമെന്ന വിഷയമാണ് നമുക്ക് ഇതിന്റെ ഒക്കെ കൂടെ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് KT അബ്ദുറഹീം സാഹിബിനെയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുന്നതിന് നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അംബിയാഇല്ലാഹി വൽ മുർസലീൻ. നല്ല മാർഗത്തിൽ ഒത്തുചേർന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, സഹപ്രവർത്തകർ, ആരാണ് നാം? ഒറ്റ വാക്കിൽ അതിൻ്റെ മറുപടി നാം മനുഷ്യരാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആ മനുഷ്യരിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. മനുഷ്യരെ അവരുടെ സൃഷ്ടാവായ അല്ലാഹു ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഭൂമിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അനേകായിരം കോടാനുകോടി സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ആ സൃഷ്ടിജാലങ്ങൾക്കൊന്നും നിർവഹിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ വേണ്ടിയായിരുന്നു മനുഷ്യരെ അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു. അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിലെ പലതിനേക്കാളും ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് അവൻ തന്നെ പരിചയപ്പെടുത്തിയത്. ഫളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. നാം പഠിച്ച പലതിനേക്കാളും കൂടുതൽ ഫളല് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഏതോ ചിലതൊക്കെ ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതുണ്ടാവാം. അതാരാണ്, ഏതാണ്, എവിടെയാണ് എന്ന് നമുക്കറിഞ്ഞുകൂടെങ്കിലും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, പഠിച്ച പലതിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞതുകൊണ്ട് ചിലത് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവാം. എവിടെയാണ് അവർ, ആരാണ് അവർ, നമുക്കത് അറിഞ്ഞുകൂടാ. ഏതായാലും ഭൂമിയിലേക്ക് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച സവിശേഷമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആദ്യമായി ഭൂമിയിലേക്ക് 2 മനുഷ്യരെയാണ് പടച്ചവൻ സൃഷ്ടിച്ച് നിശ്ചയിച്ചത്. അതൊന്നാണായിരുന്നു, മറ്റൊന്ന് പെണ്ണായിരുന്നു. ആണിനെയും പെണ്ണിനെയും പഠിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അവരെ അയക്കുകയാണ് ചെയ്തത്. നേർക്ക് നേരെ മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ കളിമണ്ണിൽ നിന്ന് ജലവും മണ്ണും, വെള്ളവും മണ്ണും ചേർന്നിട്ട് അതിൽ നിന്ന് ആ 2 മനുഷ്യരെയും അല്ലാഹു പഠിച്ചു. ആദമിനെ എപ്രകാരം പഠിച്ചുവോ അതേപോലെ ആദമിന്റെ ഇണയെയും അല്ലാഹു പഠിച്ചു. ആദമിന്റെ പേരെ അല്ലാഹു പറഞ്ഞുള്ളൂ. പിന്നെ മറ്റതിന് അതിൻ്റെ സൗജ് എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇണ എന്ന്. പേര് നമ്മൾ പറയുന്നത് ഖുർആനിൽ പറഞ്ഞത് കൊണ്ടല്ല, ഹദീസുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് പറഞ്ഞു.
ഹവ്വ എന്നാണ് പേര്. മുൻകാല വേദഗ്രന്ഥങ്ങളിലും ആദമും ആ പേരിൽ തന്നെ ഹവ്വായും ഉണ്ടായി. ഖുർആൻ ആ ഹവ്വ എന്ന പേര് പറയാതെ ആദമും ഇണയും എന്നാണ് പറഞ്ഞത്. ഇണയും തുണയുമായിട്ടാണ് അവർ ജീവിതം ആരംഭിച്ചത്. പിന്നെ അവിടെ നിന്ന് ഭൂമിയിലേക്ക് പോന്നതും അവിടെ നടന്ന പരീക്ഷണങ്ങളുമൊക്കെ കഥയായി ഞാൻ പറയേണ്ടതില്ല. നമ്മുടെയൊക്കെ മനസ്സുകളിൽ പലതവണ കേട്ടിട്ട് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സംഗതി. ഞാൻ പറയാൻ പോകുന്ന സംഗതി ചിലപ്പോൾ നമ്മൾ കേട്ടുറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ചിലതൊക്കെ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കടലാസ് ഉണ്ടാവും, പേന ഉണ്ടാകും. നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ക്ലാസ്സുകളിലോ മറ്റോ അത് വിശദീകരണം ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് ആ വിഷയം നിങ്ങൾ ചർച്ച നടത്തുകയോ ചെയ്യണം. വല്ലതും നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നതിന് എതിരായി അല്ലെങ്കിൽ ആ തങ്ങി നിൽക്കുന്നത് പോലെ അല്ലാതെ പറഞ്ഞു പോയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എഴുതപ്പെട്ട തഫ്സീറുകളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. കാലങ്ങൾക്ക് മുമ്പ് പലരുടെയും ഗവേഷണങ്ങളുടെ ഫലമായി എഴുതപ്പെട്ടതാണ് നിലവിലുള്ള തഫ്സീറുകൾ, ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ. മനുഷ്യരെഴുതിയതൊക്കെ മനുഷ്യരെഴുതിയതാണ് എന്ന അറിവ് നമുക്കുണ്ടാവണം. പ്രവാചകന്മാരെഴുതിയതല്ല, പാപം ചെയ്യാത്ത പരിശുദ്ധരായ മഅ്സൂമുകളായ അംബിയാ മുർസലുകളുടേതല്ല. തെറ്റുകളും ചിലപ്പോഴൊക്കെ പാപങ്ങളും പലപ്പോഴും ശരിയുമൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യർ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യപ്പെടേണ്ടവയുമാണ്. ഖുർആൻ കാലഘട്ടത്തിന് ആവശ്യമായ നിയമങ്ങൾ വായിച്ചെടുക്കുവാൻ പറ്റുന്ന ഗ്രന്ഥമാണ്. ഖുർആൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. വായിക്കപ്പെടുന്ന ഗ്രന്ഥമെന്നല്ല, വായിക്കപ്പെടാനല്ലാതെ ആരും ഗ്രന്ഥം എഴുതാറില്ല. കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നുമല്ല, കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വേറെയും ഉണ്ടാവാം. എപ്പോഴും വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നതുമല്ല, അതും മറ്റു പല ഗ്രന്ഥങ്ങളും എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം എന്നാണ്. 15 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഖുർആൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എപ്രകാരം അവർക്കാവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അതിൽ നിന്ന് വായിച്ചെടുത്തുവോ, അതേപോലെ ആധുനിക യുഗത്തിൽ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ആ ഖുർആനിൽ നിന്ന് ആവശ്യമായ നിയമങ്ങൾ വായിച്ചെടുക്കുവാൻ കഴിയും. ഖുർആൻ എന്നും അതേപോലെ തന്നെ ഫുർഖാൻ എന്നും ഈ ദിവ്യഗ്രന്ഥത്തിന് പടച്ചതമ്പുരാന്റെ തന്നെ പേര് നൽകിയിട്ടുണ്ട്. ഫുർഖാൻ എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നത് എന്നാണ്. സത്യവും അസത്യവും, നല്ലതും ചീത്തയും, നീതിയും അനീതിയും, ക്രമവും അക്രമവും ഒക്കെ വേർതിരിച്ച് കാണിച്ചു തരുന്ന ദിവ്യഗ്രന്ഥം. ഖുർആൻ ജീവിക്കുന്ന മനുഷ്യനാവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന ഗ്രന്ഥം.
ഖുർആനിന്റെ വ്യാഖ്യാനം കാലമാണ് എന്ന് ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര പ്രസക്തമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലെ പ്രായം കുറഞ്ഞ എന്നാൽ വലിയ ചിന്തയും ബുദ്ധിയുമുള്ള അറിവുമുള്ള സഹാബിയെ. കാലമാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ കാലവും അല്ല, ഓരോ മണിക്കൂറും, അതിലേറെ ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്തിങ്ങനെ വളർന്ന് വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വികസനത്തിനനുസൃതമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു മാർഗം വേണം. ആ മാർഗമാണ് ഖുർആൻ. ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, ഖുർആനെ കുറിച്ച് ആയത്തിൽ ഖുർആനിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഖുർആനിലൂടെ എന്ന് പറഞ്ഞത് അടിവരയിടണം. നമ്മൾ ഖുർആനിന്റെ ഉള്ളിലേക്ക് ഖുർആനിലൂടെ ഇറങ്ങിച്ചെല്ലണം. ഖുർആനിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യം വരും. ഖുർആൻ കൈകാര്യം ചെയ്ത ആളുകളുടെ അഭിപ്രായങ്ങളിലൂടെ ഖുർആനിലൂടെ ഇറങ്ങിച്ചെന്നാൽ അവരുടെ അഭിപ്രായങ്ങൾക്കപ്പുറം മറ്റൊന്ന് പുതുതായി വേർതിരിച്ച് കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അതിൽ കിടന്ന് കറങ്ങും. അവരുടെ അഭിപ്രായങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. പ്രഗത്ഭരായ ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾ ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. വെള്ളക്കടലാസ് പോലെ ഒന്നുമില്ലാത്ത ഒരു മനസ്സോടുകൂടി പടച്ചതമ്പുരാന്റെ ഖുർആനെ നിങ്ങൾ സമീപിക്കണമെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിലെ ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. കുറേ ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ ഖുർആനിന്റെ ആശയങ്ങൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് എടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ നേരത്തെ തങ്ങി നിൽക്കുന്ന കുറേ ധാരണകൾ തടസ്സമായി നിൽക്കും. അതുകൊണ്ട് ഖുർആനിലേക്ക് ഖുർആനിലൂടെ നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഖുർആനിൽ നിന്നൊരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പിന്നെ ആ കണ്ടെത്തുന്ന ആശയങ്ങൾ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുവാൻ നമ്മുടെ മുമ്പിൽ ആ ഖുർആൻ ഒരു മാനദണ്ഡമായതുപോലെ അള്ളാഹുവിന്റെ അംബിയ മുർസലുകളുടെ ചര്യകളും അതിനൊരു മാനദണ്ഡമാണ്. വിശിഷ്യ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ, അംബിയാക്കളുടെ, മുർസലുകളുടെ ചര്യ, അതൊക്കെ നമ്മുടെ മാനദണ്ഡമായി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഒരു കാര്യം ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞു, അത് ശരിയാണോ തെറ്റാണോ, ഖുർആനിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ വിഷയകമായി എന്തൊക്കെ വന്നിട്ടുണ്ട്, അത് പരിശോധിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ശരിയല്ല, ശരിയാണോ പരിശോധിക്കുവാൻ പ്രവാചകന്മാരുടെ സുന്നത്തുകളിലൂടെ നമ്മളൊരു പഠനം നടത്തണം. ആ സുന്നത്തുകൾക്ക് വിരുദ്ധമാണ് എനിക്ക് മനസ്സിലായതെങ്കിൽ ഞാൻ എത്ര വലിയവനായാലും സുന്നത്തുൽ അംബിയാവിന് വിരുദ്ധമായത് ഒഴിവാക്കുവാനുള്ള സന്നദ്ധത എനിക്കുണ്ടാവണം. അതേപോലെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിന് വിരുദ്ധമല്ല എങ്കിൽ, ഖുർആനിലെ ആശയങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ, പ്രവാചകന്മാരുടെ ചര്യകൾക്ക് വിരുദ്ധമല്ലെങ്കിൽ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യകൾക്ക് വിരുദ്ധമല്ലെങ്കിൽ, പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കണം. അത് ഇന്ന പണ്ഡിതന്റെ അഭിപ്രായത്തിനെതിരാണല്ലോ എന്നത് എന്നെ അസ്വസ്ഥനാക്കാൻ പാടില്ല, നിങ്ങളെയും അസ്വസ്ഥനാക്കാൻ പാടില്ല, ആരെയും അസ്വസ്ഥരാക്കാൻ പാടില്ല. ഇനിയാണ് വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, ആദം അലൈഹിസ്സലാമിനെ
പടച്ച തമ്പുരാൻ പഠിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഇണയെയും പഠിച്ചു. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ധാരണക്കെതിരാണത് എന്നെനിക്കറിയാം. പക്ഷേ ആ ധാരണക്കെതിരായി പറയാൻ ഞാൻ നിർബന്ധിതനാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആദം അലൈഹിസ്സലാമിനെ പഠിച്ചിട്ട് അദ്ദേഹം മുറയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാരിയെല്ല് ഊരിയെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാരിയെല്ല് കൊണ്ടാണ് ഇണയെ പഠിച്ചത് എന്നാണ്. അള്ളാന്റെ റസൂല് പെണ്ണുങ്ങളെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞതാണ്. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു വളഞ്ഞ സാധനമാണ്. അതുകൊണ്ട് അത് നീർത്താൻ മെനക്കെടരുത്, പൊട്ടിപ്പോവും. അങ്ങനെ ശക്തി ഉപയോഗിച്ച് നീർത്താതെ വളഞ്ഞ ആ സാധനം കൊണ്ട് എപ്രകാരം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗങ്ങളും ഒക്കെ നടക്കുമോ അതേപോലെയാണ് നിങ്ങളത് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് ഒരു ഉപമ പറഞ്ഞതാണ്. അപ്പൊ വാരിയല്ല് എന്ന് പറഞ്ഞത് ഒരു ഉപമയാണ്. അല്ലാതെ വാരിയല്ല് എടുത്തിട്ട് പഠിച്ചു എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഇങ്ങനെയാണ്. ആണിനെ എപ്രകാരം സൃഷ്ടിച്ചുവോ അതേപോലെ പെണ്ണിനെയും പഠിച്ചു. ആണും പെണ്ണുമൊക്കെ യഥാർത്ഥത്തിൽ പുരുഷനിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതായതുകൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെ പഠിച്ചു. ആണിൽ മാത്രമാണ് ആണും പെണ്ണും ഉള്ളത്. പെണ്ണിൽ ആണുമില്ല, പെണ്ണുമില്ല. ആണ് കൊടുക്കുന്ന ബീജം ആൺബീജമാണെങ്കിൽ പെണ്ണ് ആൺകുട്ടിയെ പ്രസവിക്കും. പെൺബീജമാണ് കൊടുത്തതെങ്കിൽ പെൺകുട്ടിയെ പ്രസവിക്കും. അതുകൊണ്ട് ആണിൽ നിന്ന് പുരുഷനിൽ നിന്ന് മാത്രമേ ഇണയും തുണയും പുറത്തു വരുന്നുള്ളൂ എന്നതുകൊണ്ട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെ പഠിച്ചു എന്ന് പറഞ്ഞു. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വഖലഖ മിന്നാ സൗജഹ, അതിൽ നിന്നാണ് ഇണയെ പഠിച്ചത്. അപ്പൊ ഇണതുണകളൊക്കെ ഉണ്ടാകുന്നത് ആണിൽ നിന്നാണ്. ഇത് ആദ്യത്തെ സൃഷ്ടിപ്പല്ല. ആദ്യമായി അള്ളാഹു ഒരു ഇണയും തുണയും പഠിച്ചു. ആ ഇണയും തുണയും പഠിച്ചിട്ട് ആ ഇണതുണകളിലെ ആണിൽ നിന്ന് മാത്രം ഇണതുണകളെ ലോകത്തിൽ വിതറി. ആണിൽ നിന്ന് മാത്രം പുരുഷൻ കൊടുത്ത ബീജം സ്വീകരിച്ചുകൊണ്ട് ആൺബീജം സ്വീകരിച്ച പെണ്ണിന്റെ അണ്ടം ആൺബീജം സ്വീകരിച്ചാൽ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. പെണ്ണിന്റെ അണ്ടം ഒരു പെൺകുട്ടിയെ ബീജമാണ് പുരുഷൻ കൊടുത്തതെങ്കിൽ പെൺകുട്ടിയെ പ്രസവിക്കും. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്നാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. വഖലഖ മിന്നാ സൗജഹ, ആ നഫ്സിൽ നിന്നാണ് അതിൻ്റെ ഇണയെ പഠിച്ചതും. തുണകളൊക്കെ ആ ഒരു നഫ്സിൽ നിന്ന് വരുന്നതാണ്. ആദ്യത്തേത് പടച്ച തമ്പുരാൻ ഇങ്ങനെയാണ് പഠിച്ചത്. കാരണം ആദമിന്റെ ബീജം, അതിലെ പെൺബീജം സ്വീകരിക്കുവാൻ അവിടെ ഒരണ്ടമുണ്ടായിരുന്നില്ല. ഒരണ്ടമില്ലാത്ത സ്ഥിതിക്ക് അതിനെ ആദമിനെ എങ്ങനെ പഠിച്ചുവോ അതേപോലെ തന്നെ അതിൻ്റെ ഇണയും പഠിച്ചു. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഏതോ ഒരു തോട്ടത്തിൽ താമസിപ്പിച്ചു. ദാറുസ്സവാബായ സ്വർഗത്തിലാണ് എന്ന് നമ്മുടെ മനസ്സിലെ ധാരണ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ധാർമ്മിക ഫലം ഏറ്റുവാങ്ങുന്ന പരലോകത്തിൽ പടച്ചവൻ സംവിധാനിച്ച സ്വർഗമാണ്, അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള നരകമാണ്, അതൊക്കെ ഭാവിയിലുള്ളത്. അവിടെ ഒരു തോട്ടം, ആ തോട്ടത്തിൽ അത് അവർ രണ്ടുപേരെയും പടച്ചു വെച്ചിട്ട് അവർക്കൊരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന കൊടുത്തപ്പോ കൽപ്പന അവർ ലംഘിച്ചു. കൽപ്പന ലംഘിച്ചത് ആരായിരുന്നു? ആണായിരുന്നു, പെണ്ണല്ല. ആണാണ് കൽപ്പന ലംഘിച്ചത്. നമ്മുടെ മനസ്സിലെ ധാരണ പെണ്ണാണെന്ന്. പെണ്ണ് ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഒരു പഴവും പറിച്ച് ആണാകുന്ന തുണക്ക് കൊടുത്തു. അങ്ങനെ അവരത് പെണ്ണാദ്യം തിന്നു. പിന്നെ ആണ് തിന്നാൻ വേണ്ടി വായിലിട്ടപ്പോൾ
ഇറക്കാൻ സമ്മതിച്ചില്ല. ഒരു മലക്ക് ഇവിടെ അങ്ങനെ പിടിച്ചു. അപ്പോൾ അത് പുറത്തേക്ക് കക്കി. അതുകൊണ്ടാണ് ആണുങ്ങളുടെ ഇവിടെ ഒരു മുഴ എന്ന്. ഇത് നമ്മുടെ കഥയിലുള്ളതാണ്. ഇത് തന്നെ മറ്റു പഴയകാല വേദഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്നവയിലും ഉള്ളതാണ്. കടന്നുകൂടിയതാണ്. ഖുർആൻ പറഞ്ഞത് കൽപ്പന ലംഘിച്ചത് ആദമാണെന്ന്. പെണ്ണിന്റെ ഭർത്തനെ വന്നിട്ട് ആദമു റബ്ബഹു ഫഗവ. ആദമു റബ്ബഹു ഫഗവ. ആദം തന്റെ രക്ഷിതാവിന്റെ കൽപ്പന ലംഘിച്ചു. ഒരു വലിയ ലക്ഷ്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ കൽപ്പന ലംഘിച്ചത്. ഫഗവ. ആ ലക്ഷ്യം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ വഞ്ചിച്ചതായിരുന്നു വേറെ ഒരാൾ. അവിടെ ആദമിന്റെ ഇണയാകുന്ന നമ്മൾ പറയുന്ന ഹവ്വ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞതേയില്ല. പക്ഷേ എല്ലാ പാപങ്ങളും പെണ്ണിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന പുരുഷ മേധാവിത്വം അവരെഴുതാൻ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെ എഴുതി, പറയാൻ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. ആ മേധാവിത്വത്തിലൂടെ കടന്നു പോരുകയല്ലേ നമ്മൾ. ഇന്നും നമ്മൾ അവിടെയാണ്. പുരുഷനാകുന്ന ആദം തെറ്റ് ചെയ്തു, കൽപ്പന ലംഘിച്ചു. നാസാന്നത് കൊടുത്തിരുന്ന കൽപ്പന ലംഘിച്ചു. എന്തായിരുന്നു കൽപ്പന? മനുഷ്യന്റെ ആരംഭമാണല്ലോ അത്. ആ ആരംഭം തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകളോട്. അള്ളാഹു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. അല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ. എന്നെ ജായലും ഫില്ലർദ് ഖലീഫ. എന്നിട്ട് അള്ളാഹു സൃഷ്ടിച്ചതോ മനുഷ്യൻ. ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. ജായൽ എന്നാണ് പറഞ്ഞത്, ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ മലക്കുകൾ ചോദിച്ചു, നിങ്ങൾക്ക് അറിയണതാണല്ലോ കുഴപ്പമുണ്ടാക്കണ ചോര ചിന്തുന്ന ആൾക്കാരെ, അറിയാണോ നീ ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകും. ഇപ്പൊ ഖലീഫ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മലക്കുകൾക്ക് മനസ്സിലായി, നാശമുണ്ടാക്കുന്ന ആളുകൾ, രക്തം ചിന്തുന്ന ആളുകൾ. ഖലീഫ എന്ന് പറഞ്ഞാൽ ചോര ഒൽപ്പിക്കുന്നവരാണ്, പിന്നെ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ തന്നെയാണ് അവരുടെ ചോദ്യം. ഖാലു അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. ഫസാദ് ഉണ്ടാക്കുന്നവരെയാണോ അവർ ചെയ്യുന്നത്? അതേപോലെ തന്നെ ചോര ചിന്തുന്നവരെ. ഇതെങ്ങനെ മലക്കുകൾ ചോദിച്ചു? അപ്പൊ നമുക്കൊരുപാട് മനസ്സുകളിലൂടെ കടന്നുപോയി. മുമ്പ് ഇതേപോലത്തെ കുറെ ആൾക്കാരെ പഠിച്ചു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ച് നശിച്ചു. അത് മലക്കുകൾക്ക് അറിയാമായിരുന്നു എന്നാണ് ഒരു ധാരണ. ഇനിയും ഒരുപാട് ധാരണകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട കിതാബുകളിലുണ്ട്. അതിൽ പ്രചരിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരു ധാരണ അതാണ്. ഖുർആൻ അതല്ല അംഗീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിന് ശേഷം അള്ള കൊടുത്ത മറുപടി നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്നായിരുന്നു. പിന്നെ അള്ളാഹു ചെയ്തത് കുറേ പേരുകൾ ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. കുറേ പേരുകൾ എന്നല്ല പറഞ്ഞത്, എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ മാത്രം അറിയുന്ന ഒരു പ്രയോഗമാണത്. അള്ളാഹു ആദമിന് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹ്ക്കല്ലാതെ അതറിയില്ല. എല്ലാ പേരുകളെന്ന് പറഞ്ഞാൽ അന്നുള്ളതും ഇല്ലാത്തതും ഇനി ഉണ്ടാകാൻ പോകുന്നതും. ഈ ഭൂലോകമല്ല, പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ സാധനങ്ങളും പെടണമല്ലോ അൽ അസ്മാഅ കുല്ലഹാ എന്ന് പറഞ്ഞത്.
അല്ലെങ്കിൽ വല്ല ആദമൽ അസ്മാ എന്ന് പറഞ്ഞ പോലെ ഇസ്മുകൾ കുറച്ച് പേര് പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സുമ്മാറുള്ളഹും അലൽ മലായിക, ആ പേരുകളെ മലക്കുകളുടെ മുമ്പിൽ പടച്ച തമ്പുരാൻ കൊണ്ടുവന്നു. പേരുകളായിരിക്കൂലല്ലോ കൊണ്ടുവരണമെങ്കിൽ ആ അസ്മാവിന്റെ മുസമ്മകളായിരിക്കണം. ആ പേര് എന്തിനാണോ പറയുന്നത് ആ സാധനങ്ങളായിരിക്കണം. അതെങ്ങനെയെന്നും നമുക്കറിഞ്ഞുകൂടാ, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു മലക്കുകളെ വിളിച്ചിട്ട് ഇതൊക്കെ എന്താ, ഇതിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞാട്ടെ. മലക്കുകൾ പറഞ്ഞു, പഠിച്ചവനെ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ എന്താണോ പഠിപ്പിച്ചു തന്നത് അതല്ലാത്ത ഒരറിവ് ഞങ്ങൾക്കില്ലല്ലോ, അനക്കാണല്ലോ ഒക്കെ അറിയാതെ. എന്നിട്ട് ആദമനെ വിളിച്ചു. എന്നിട്ട് ആദമനോട് പറഞ്ഞു അംബിഹും ബി അസ്മായി ഹൗലായി, ഇവയുടെ പേര് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ആദം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ആദം അത് പറഞ്ഞു കൊടുത്തപ്പോൾ ഫലമ്മ അംബാഹും ബി അസ്മായിഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഇതെപ്പോഴാ പറഞ്ഞത്? അള്ളാഹ് ആദ്യം പറഞ്ഞത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഇവിടെ ചോദിക്കുക അലം അഖുൽ ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഞാൻ പടച്ച പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നില്ലേ? നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും എനിക്കറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മലക്കുകളുമായി വളരെ വിശദമായ ഖലീഫയുടെ വിവരണം പടച്ച തമ്പുരാൻ നൽകിയിരുന്നു. ആ വിവരണത്തിൽ ഈ ഖലീഫമാര് നാശമുണ്ടാക്കും, ചോരയും ചിന്തും, യുദ്ധവും നടത്തും, കലഹിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, കൊല്ലുന്നതിനെ തടയുകയും ചെയ്യും, അക്രമവും ചെയ്യും, ക്രമവും ചെയ്യും, അനീതിയും കാണിക്കും, നീതിയും കാണിക്കും, വെളിച്ചവും നൽകും, ഇരുട്ടും നൽകും. ഇനി നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ, ഓരോന്നിൻ്റെയും വിപരീതം അവിടെ ഉണ്ടാകുമ്പോഴേ അതിനിപ്പുറത്തുള്ളതിന് വിലയുണ്ടാവുകയുള്ളൂ. ആലോചിച്ച് നോക്കാമല്ലോ നമുക്ക്. വെളിച്ചം മാത്രമാണ്, ഇരുട്ടില്ല. വെളിച്ചത്തിന് വല്ല വിലയും ഉണ്ടാകുമോ? ഇരുട്ട് മാത്രമാണ് എങ്കിൽ ആ ഇരുട്ടിന് വല്ല സ്ഥാനവും ഉണ്ടാകുമോ? ഇനി അതിൽ നിന്ന് ഓരോന്നാണ്ട് ആലോചിച്ചു നോക്കും. ഏതിൻ്റെയും ഒരു ഭാഗത്ത് അതിൻ്റെ മറുഭാഗമില്ലെങ്കിൽ ആ ഭാഗത്ത് ഉള്ളതിന് വിലയുണ്ടാവുകയില്ല. ഇന്ന അറളിനൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹാ അൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. ഈ വലിയ ഉത്തരവാദിത്വം ആകാശത്തോടും ഭൂമിയോടും പർവ്വതങ്ങളോടും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അള്ളാഹ് പറയാം, സമ്മതിച്ചില്ല, പേടിച്ചുപോയി. മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യൻ വലൂമാണ്, മനുഷ്യൻ ജഹൂലാണ്. മനുഷ്യൻ ക്രമക്കേട് കാണിക്കുന്നവനാണ്, മനുഷ്യൻ വിവരക്കേട് കാണിക്കുന്നവനാണ്. വലവുമുണ്ടാകുമ്പോൾ മാത്രമേ അദൂലുണ്ടാവുകയുള്ളൂ, ജഹൂലുണ്ടാകുമ്പോൾ മാത്രമേ അറിവുള്ളവനുണ്ടാവുകയുള്ളൂ. അപ്പൊ അതിൻ്റെ മോശമായ വിപരീത
വാക്കുകളാണ് ഖുർആൻ അവിടെ ഉപയോഗിച്ചത്. അതായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നതും കൂടി അതിൽ സൂചന ഉണ്ടാവും. ഈ മനുഷ്യ സമൂഹത്തില് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യ സമൂഹത്തിലെ ലലോവും ജഹൂലുമായിരിക്കും അധികം ഉണ്ടാകുക. വിവരക്കേട് കാണിക്കുന്നവരും ക്രമക്കേട് കാണിക്കുന്നവരുമായിരിക്കും അധികം ഉണ്ടാവുക എന്ന സൂചനയും അതിലൂടെ അള്ളാഹു കൊടുക്കുന്നു. അല്ലെങ്കിൽ അദൂലാണല്ലോ പറയേണ്ടത്. അപ്പൊ ലലോവും ഉണ്ടാകുമ്പോൾ അദൂലുണ്ടാകും, ജഹൂലുണ്ടാകുമ്പോൾ അലിമുകളും ഉണ്ടാകും. അപ്പൊ വിപരീതമില്ലെങ്കിൽ മറ്റതിന് വിലയില്ല. ഒരു വിപരീത ശക്തി അല്ലെങ്കിൽ ഒരു വിപരീത വസ്തു അവിടെ ഉണ്ടാകണം. ചുവപ്പുണ്ടാകണം, വെളുപ്പിന് പ്രാധാന്യമുണ്ടാകുവാൻ. കറുപ്പുണ്ടാകണം, അതേപോലെ മറ്റു നിറങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും. വൈവിധ്യങ്ങളായിരിക്കണം. അതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. മനുഷ്യൻ പടച്ച തമ്പുരാൻ അതിങ്ങനെ വിവരിച്ചു കൊടുത്തു. അവ ഇങ്ങനെയൊക്കെ ചെയ്യും അവർ. ഇതൊക്കെ ഉണ്ടാകും അവരിൽ. അവര് സമ്മതിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ ആദമിന് സുജൂദ് ചെയ്യണം. ആദമിന് സുജൂദ് ചെയ്യണം. എല്ലാവരും സമ്മതിച്ചു. ഇത് നമ്മുടെ ചർച്ചയാണ്. എഴുതപ്പെട്ട കിതാബുകളിലെ ഒരുപാട് പേജുകൾ എന്നല്ല പറയേണ്ടത്, ഒരുപാട് കൂമ്പാരങ്ങൾ ആ സുജൂദിനെ കുറിച്ച് ചർച്ചയിലൂടെയാണ് കടന്നുപോയിട്ട്. ഇന്നും ആ ചർച്ചകൾ നടക്കുകയാണ്. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല, പാടുണ്ട്, പാടില്ല. പാകപ്പാട് നമ്മുടെ മനസ്സിൽ ഒരു സുജൂദ്, നിസ്കാരത്തിൽ നടത്തുന്ന ഒരു സുജൂദ് മാത്രമുണ്ട്. അവിടെ വെച്ചാകുമ്പോ ഈ പറഞ്ഞ എല്ലാ സംശയവും ഉണ്ടാവും. ആകാശഭൂമികളിലുള്ള മുഴുവൻ സാധനങ്ങളും പടച്ചതമ്പുരാന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മരങ്ങൾ സുജൂദ് ചെയ്യുന്നു, വള്ളികൾ സുജൂദ് ചെയ്യുന്നു, സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നു. അതേത് സുജൂദാ? വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതൊക്കെ സുജൂദ് ചെയ്യുന്നു അല്ലാഹുവിന്. ഏത് സുജൂദാ? വന്നജുമു വശജറു യസ്ജുദാൻ, മരങ്ങളും വള്ളികളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. എപ്പോ ഏത് മരം സുജൂദ് ചെയ്യണ നമ്മൾ കണ്ട്? മഹാനായ ബൂസരി അദ്ദേഹത്തിന്റെ കവിതകളിൽ അതിങ്ങനെ ആലങ്കാരികമായി പ്രയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെ മരങ്ങൾ പ്രവാചകന് സാഷ്ടാംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ, വാരിയൽ എന്ന് പറഞ്ഞ പോലെ. അല്ലാതെ ഏതെങ്കിലും ഒരു മരം അല്ലാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. കാറ്റടിക്കുമ്പോൾ ഇളകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് സുജൂദെങ്കിലും ഓക്കെ. അപ്പൊ നമുക്ക് ആകെ അറിയുന്നത് കൈകാലുകളും മുഖവും അതേപോലെ ഭൂമിയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സുജൂദ് മാത്രം. അതുമാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് പിന്നെ ചർച്ച നീളണമല്ലോ. കാരണം അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. എന്താണ് സുജൂദ് ഇവിടെ? ഈ ആദം ഇനി നിങ്ങളോട് പറഞ്ഞല്ലോ ഒരുപാട് സാധനങ്ങളുടെ പേര്. ആ സാധനങ്ങളുടെ ഉപയോഗവും പറഞ്ഞു തന്നു. ആ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അങ്ങനെ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു മലക്കുകളോട് നിന്റെ രക്ഷിതാവ്. ഓർത്തു നോക്കൂ ആ സന്ദർഭം. ആരുമില്ല അവിടെ. ആദമും ആദമിന്റെ ഇണയുണ്ടെങ്കിൽ ഇണയും മാത്രമാണ്. ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കൂ. അതൊരു വലിയ സംഭവമായതുകൊണ്ടാണല്ലോ വഇദ് ഖാല റബ്ബുക എന്ന് പറയുന്നത്. വഇദ്ബ്തല ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന പോലെ വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് നിന്റെ റബ്ബ് പറഞ്ഞത്.
ഉസ്ജുദൂ ആദം, ഈ ആദമിന് സേവന സന്നദ്ധരായി നിങ്ങൾ തലകുനിക്കണം. നിങ്ങൾ പണി ആദമിന് സേവനം ചെയ്യലാണ്. അപ്പൊ പടച്ച തമ്പുരാൻ പടച്ച മുഴുവൻ മലക്കുകളും അവിടെ സുജൂദ് ചെയ്തു എന്നാണോ? അതല്ല അതിനായി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ സുജൂദ് ചെയ്തു എന്നാണോ? അള്ളാഹ് പറയാത്തത് കൊണ്ട് നമുക്കത് അറിഞ്ഞുകൂടാ. ഖുർആൻ പറഞ്ഞത് ഫസജദൽ മലായികത്ത് കുല്ലുഹും അജ്മഊൻ, മലക്കുകൾ മുഴുവൻ ഒന്നിച്ച് സുജൂദ് ചെയ്തു എന്നാണ്. എല്ലാ മലക്കുകളും പടച്ച തമ്പുരാൻ പടച്ച ഈ ഖലീഫകൾക്കും സേവന സന്നദ്ധരായി തലകുനിച്ചു. അങ്ങനെ സേവസന്നദ്ധരാണ് ഞങ്ങൾ ഉറപ്പുവരുത്തി. ഏതോ ഒരാള് അതിൽ നിന്ന് മാറി. ആ ആളെ പേര് അള്ളാഹ് പറഞ്ഞത് ഇബ്ലീസ് എന്ന്. അയാളെ കുറിച്ച് തന്നെ ചിലപ്പോൾ ശൈത്താൻ എന്നും പറയാറുണ്ട്. എന്താണത് സാധനം എന്ന് വേണ്ടതുപോലെ നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നതിൽ നിന്നുള്ള വിവരണങ്ങളും പഠിച്ചവൻ പറഞ്ഞു തന്നതിനുള്ള വിവരണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ, നമ്മുടെ ഈ കൊച്ചു അറിവിൽ, കുറച്ച് അറിവിൽ, അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഖലീഫയായി ഭൂമിയിലേക്ക് നിശ്ചയിച്ച ആളുകളുടെ എതിർഭാഗത്ത് ഒന്നുകിൽ അവർ വളരാൻ അല്ലെങ്കിൽ തളരാൻ പ്രേരണ നൽകുന്ന ഒരു എതിർ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വിപരീത ശക്തി വേണമല്ലോ, ഒരു ആന്റി പവർ ആവശ്യമാണല്ലോ, ഒന്ന് വളരാനും അതിനപ്പുറം ഏതെങ്കിലുമൊക്കെ തളരാനും ഒക്കെ. ആ എതിർ ശക്തിയായിരുന്നു അത്. അതാര്, എന്ത് മലക്കാണോ അല്ലേ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല. ആ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കുക. കാരണം അവര് സുജൂദ് ചെയ്ത മലക്കുകൾ ഇബ്ലീസ് ഒഴികെ എന്ന് പറയുമ്പോൾ അവരെ കൂടെയായിരുന്നു. ഇബ്ലീസിനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞ ഭാഗത്ത് സൂറത്തുൽ കഹ്ഫിലാണെന്ന് തോന്നുന്നു, ആണ് ഞങ്ങൾക്കറിയാൻ തോന്നുന്നു. അദ്ദേഹം വക്കാന മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ആളായിരുന്നു. ജിന്നുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ എന്ന് പറഞ്ഞു. മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണ്, അതിൽ നിന്നാണ്. എന്നാൽ അത് ഉറച്ചാൽ ഇങ്ങനെ മുട്ടിയ ഒച്ച കേൾക്കും. മനുഷ്യനെ, ഇൻസാനെ സൃഷ്ടിച്ചു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ജാന്നിനെ പടച്ചത് തീയിന്റെ നാളത്തിൽ നിന്നാണ്. അത് ആദ്യത്തെ മനുഷ്യന്റെ, ആദ്യത്തെ ജാനിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ കളിമണ്ണ് നേരം കണ്ട് ആരെയും പഠിച്ചിട്ടില്ലല്ലോ അള്ളാഹ്. അതേപോലെ ജാനിനെയും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. എന്താണെന്ന് വേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്, ഞമ്മക്കാർക്കും കാണാൻ കഴിയാത്തത് കൊണ്ടുമാണ്. 67ാമത്തെ വയസ്സിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇതേവരെ ഞാൻ ജിന്നിനെ കണ്ടിട്ടില്ല. എന്നെ പോലെ പ്രായം ഇല്ലാത്ത ആളുകളായിരിക്കും നിങ്ങളുടെ ഭൂരിപക്ഷം. എന്നാൽ പ്രായമുള്ളവരും ഉണ്ടാകും, എന്നെക്കാൾ കൂടുതൽ പ്രായമുള്ളവരും ഉണ്ടാകും. ഒറ്റയും തെറ്റും അവരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ തോന്നൽ. നീ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം, ഞങ്ങൾ ഇന്നാളെ ജിന്നിനെ കണ്ടിരുന്നു. ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ജിന്ന്. കണ്ടിട്ടില്ലാത്ത ജിന്നിനെ കുറിച്ച് ഇനി നമ്മൾ ഇടങ്ങേറായി പഠിക്കാൻ പോണത് എന്തിനാ?